ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ. അതായത് ഇന്നത്തെ ഇൻട്രോ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിക്കാന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ വേറെ ഒന്നുമല്ല, അതായത് നമ്മള് പോവാണ്, നമ്മുടെ ഡോക്ടറെ പിക്കപ്പ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മളെ ഇന്ന് പിള്ളേരെ ഇന്ന് കൺസൾട്ട് ചെയ്യുന്ന ദിവസമാണ്. അത് മാത്രമല്ല, ഇന്ന് രാവിലത്തെ ഷോർട്സ് കണ്ടവർക്ക് അറിയാം, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട്. കയ്യിൻ്റെ അവിടെ എന്താ പറയുക, വലിയൊരു ഹോളൊക്കെ ആയിട്ട്. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ കുഞ്ഞിനെ കൺസൾട്ട് ചെയ്യാനും കൂടെ അപ്പോൾ ഡോക്ടർക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് കേട്ടോ. 3:30 വരാനാണ് പറഞ്ഞേണേ. അപ്പോൾ ഇത് ഓൾറെഡി ലേറ്റായി. അപ്പോൾ അങ്ങോട്ട് പോവാണ്. പോണ വഴിക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. ബായോ. അപ്പോഴേ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നല്ല കേട്ടോ. നമ്മുടെ ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ പേര് അതൊരു മാസ് BGM ആയിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേര് അത് നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. കുറേ പേര് ഒരു അമ്മയുടെ ആ ഒരു കരുതൽ ആയിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനം പറഞ്ഞിട്ടുള്ള സംഭവത്തിലാണ് ശരിക്കുള്ള സത്യം കിടക്കണേ. എന്താ സംഭവം എന്ന് വെച്ചാലേ, നമ്മുടെ കണ്ണൂർ ഭാഗത്ത് ഏതൊരാൾ തെരുവുനായ ആക്രമണത്തിനെ അനുബന്ധിച്ചിട്ട് ഒരു നാടകം, എന്താ പറയുക, തെരുവിലെ നാടകം പോലെ ഒരു സംഭവം കാണിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ വഴിയെ പോകുന്ന ഒരു ഡോഗ് അയാളെ എന്താ പറയുക കടിക്കാനായിട്ട് പോയി. ആ ഒരു വീഡിയോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് ആ വീഡിയോ. ഇപ്പൊ കണ്ടില്ല ആ വീഡിയോ? അതിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നേരിൽ കണ്ട ആൾക്കാരും ഉണ്ട്. കാരണം ഭൂരിഭാഗം ആൾക്കാരും ഇതിനെ നേരിൽ കാണാതെയാണ് ഇതിനെ ജഡ്ജ് ചെയ്തേക്കണേ. കാരണം ഇതിൻ്റെ പിന്നിൽ വേറെ സത്യങ്ങളുണ്ട്. നമ്മൾ എന്താ പറയുക, ഈ കണ്ണിൽ കാണുന്ന എല്ലാം പെട്ടെന്ന് നമ്മൾ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്ന് ഇരുന്നൊന്ന് നോക്കി കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. സംഭവം വേറെ ഒന്നല്ല കേട്ടോ. അതിൽ ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ ആ തെരുവുനായയുടെ എന്താ പറയുക ആ ഒരു സംഭവം ഇതാക്കിയപ്പോൾ അവിടെ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ആ ഡോഗ് വന്നിട്ട് മൂപ്പരെ ബൈറ്റ് ചെയ്യാൻ പോവാണ് ചെയ്തത്. അത് ഇതുവരെ ആളെ കടിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ഇഞ്ചുറി അയാൾക്ക് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടില്ല. അത് അത്രയും അണ്ടർലൈൻ ഇത് പറയാൻ കാരണം, ഇത് ആക്കിയിട്ടുള്ള ആളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മറ്റ് ഫേസ്ബുക്ക് പേജുകളിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരും പറഞ്ഞു അയാളെ കടിച്ചിട്ടില്ല, കടിക്കാൻ പോവാണ് ചെയ്തത്. അപ്പോഴേക്കും വേറൊരാൾ വന്നിട്ട് ആ ഡോഗിനെ പായിക്കാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഡോഗ് ഇപ്പോൾ ഡെഡായി. ആ കാണുന്ന നാട്ടുകാർ, അല്ലെങ്കിൽ അതിലുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാരാണോ ആരാണെന്ന് അറിഞ്ഞുകൂടാ, ആ ഡോഗ് ഡെഡായി. ഇനി ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുഞ്ഞ് ഒരു അമ്മയാണ്. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 കുഞ്ഞുമക്കളുടെ അമ്മയാണ്. ആ കുഞ്ഞുങ്ങളെ എന്താ പറയുക അറ്റാക്ക് ചെയ്യാനാണ് ഇപ്പോൾ സംഭവം. ഒരു മനുഷ്യൻ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കും. മനുഷ്യനല്ലേ. മൃഗങ്ങൾക്ക് നമ്മൾ ഇതുവരെ അങ്ങനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അത്രയും പാർഷ്വാലിറ്റി കാണിക്കലും അത്രയും ഒരു ഇത് കാണിക്കലും മൃഗങ്ങളോട് അങ്ങനെ ഒരാളും കാണിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നേക്കണത്. കാരണം ആ മദർ ഡോഗ് ഡെഡ് ആവും ചെയ്തു. ആ കാണുന്ന ആ ഒരു ന്യൂസിൽ ആ കാണുന്ന 7 പപ്പീസിനെ ഇപ്പം മിസ്സിങ് ആണ്. അതിപ്പോൾ ജീവനോട് ഉണ്ടോ അല്ലെങ്കിൽ അത് ഇപ്പം എവിടെയാണോ എന്ത് അവസ്ഥയിലാണോ എന്നൊന്നും നമുക്കറിയില്ല. ജീവനോടെ കുഴിച്ചിട്ടിട്ടുള്ള ചരിത്രമല്ല ശരിക്കും പറയുകയാണെങ്കിൽ, കുഴിച്ചിട്ടുള്ള സംഭവങ്ങൾ വരെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്തയില്ലാത്തവരാണ് ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കണേ. ഇതിപ്പോൾ നേരെ മറിച്ച് ആ ഡോഗ് അങ്ങേരെ കടിച്ച് ഒരു വിഷയം ആക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ന്യൂസ് വാല്യൂ ആയി. അത് ഭയങ്കര ഒരു കാര്യമായി. ഒന്നും ചെയ്യാത്ത ആ കുഞ്ഞിനെ തല്ലി കൊന്ന് അതിനെ കുഴിച്ചു മൂടിയിട്ട് ഇതാക്കിയപ്പോൾ ഒരു ന്യൂസുകാരും ഇല്ല, ഒരു മീഡിയക്കാരും ഇല്ല, ഒന്നുമില്ല. ഇത് വളരെ ചുരുക്കം ഉള്ള മൃഗസ്നേഹികളായിട്ടുള്ള കുറച്ച് പേജുകളും ഇവരൊക്കെയാണ് ആ ഒരു സത്യാവസ്ഥ പുറത്തേക്ക് വിട്ടേക്കുന്നത്. ആ ഡോഗിനെ ആരോ കൊന്നു, പപ്പീസ് ഇപ്പം മിസ്സിങ് ആണെന്നുള്ള കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം
ഒന്നും ചെയ്യാത്ത ആ മിണ്ടാപ്രാണി ശരിക്കും പറഞ്ഞാൽ അതെന്താ ചെയ്തത് നിങ്ങളോട്? അത് ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആക്രമിക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഇതാണ് ആ കുഞ്ഞില് വന്നുപോയത്. അത് കാരണം കൊണ്ടാണ്. പക്ഷെ ആ കുഞ്ഞ് ഇതുവരെ അങ്ങനെ കടിച്ചിട്ടില്ല. ഇഞ്ചുറി പറ്റിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. ഇതൊന്നും ചെയ്യാതെയാണ് കാര്യങ്ങൾ. എന്താ പറയുക, ഇനിയിപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമുക്കറിയില്ല കേട്ടോ. ആ പപ്പീസ് എന്താ അവസ്ഥ, പപ്പീസ് ഇനി ഡെഡായോ എന്നൊന്നും നമുക്കറിയില്ല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് സേഫ് ആക്കി വെച്ചു എന്നുള്ളൊരു വാർത്ത കേട്ട സന്തോഷമായി. സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളത് അറിയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഹെവനിലേക്ക് കൊണ്ടുവന്നേനെ. കണ്ണൂർ എവിടെയാണെങ്കിലും പോയി എടുക്കുക, എങ്ങനെ എത്ര റിസ്ക് ആണെങ്കിലും പോയി എടുത്തേനെ. കാരണം ഒന്നും അറിയാത്ത ആ കുഞ്ഞിൻ്റെ അമ്മ ഡെഡായി. ഇനി ആ കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് ഭൂമിയിൽ, കാരണം ഇപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് താല്പര്യമില്ല ആ ഒരു വർഗത്തിനോട്, ഡോഗ്സിനോട്. അത്രയും ദേഷ്യവും കാര്യങ്ങളും കാരണം കൊണ്ട് ആ കാണിക്കുന്ന സംഭവങ്ങളാണ് കുറേ പേരിലേക്ക് ആ സാധനം ഇഞ്ചക്ട് ചെയ്യണം. കാരണം അത് എന്താ പറയുക, അത്രയും എന്താ പറയുക, കുറേ പേർക്ക് താല്പര്യമില്ലാത്തൊരു ടോപ്പിക്കായ കാരണം കൊണ്ടാണ് ഇത് ഈ ഒരു മിണ്ടാപ്രാണികൾക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരണേ. സംഭവം എന്താ പറയുക, ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. ശരിക്കും കേരളത്തിലെ ആൾക്കാർക്ക് മാത്രമേ, മനുഷ്യർക്കേ പറ്റുള്ളൂ. അതന്നെ കാര്യം, മനുഷ്യർക്ക്. ഞാൻ ഇപ്പം എന്തായാലും ഇത് നമ്മുടെ ഡോക്ടറെ പിക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. നമ്മുടെ പുതിയ കുഞ്ഞിൻ്റെ വിശേഷങ്ങളും എന്താ പറയുക, ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് നമ്മുടെ നെടുപുഴ പോലീസ് സ്റ്റേഷനിലെ എന്താ പറയുക, ഡോഗ് സ്ക്വാഡിലെ ആൾക്കാരൊക്കെ, അവിടുത്തെ സാറുമാരൊക്കെ കൂടി ഫുഡ് കൊടുക്കുന്ന ഒരു ഡോഗ്. അപ്പം അത്യാവശ്യം ഏജ് ആയി. അപ്പോൾ ഇന്നലെ നമ്മളെ അവിടുത്തെ SI ഒക്കെയാണ് നമ്മൾ വിളിച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സിഗ്നലിലാട്ടോ, നടത്തറ സിഗ്നലിലാണ്. എൻ്റെ ശരിക്കുള്ള വീട് ഇവിടുന്ന് ആ പോകുന്ന വഴിക്കുക. കുറേ പേർക്ക് ആ ഒരു എന്താ പറയുക, നമ്മളെ പഴയ വീട് അതുപോലെ മമ്മീനെ കാണിക്കണില്ല ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയും കാര്യങ്ങളുണ്ട്. അയ്യോ ഒന്നും ചെയ്യില്ല, വേണ്ട. എൻ്റെ പൊന്നെ, ഇങ്ങനത്തെ ആൾക്കാർ, ഇത് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സംഭവം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശല്യം കേട്ടോ. കാരണം നമ്മൾ കാറ് അത്രയും ഇത് കൊടുത്ത് നമ്മൾ കഴുകിയ കാര്യങ്ങളാക്കിയിട്ട് ഇവര് ഈ സംഭവങ്ങൾ വെച്ചാക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിററിന് പൊട്ടയാ. ഇത് അവർ ശരിക്ക് ക്ലിയർ ചെയ്യും കാര്യങ്ങളാക്കും. പക്ഷെ ഇവരെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡസ്റ്റ് കയറിയിട്ട് ആ ഭാഗങ്ങളും മൊത്തം പറ്റി പിടിച്ചിരിക്കും, അഴുക്കും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ചീത്ത പറയണം. അതാണ് വേണ്ടത്, നല്ല രീതിക്ക് ചീത്ത പറയണം, എന്നാലേ അവർ നിർത്തുള്ളൂ. അപ്പോൾ അതെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡോക്ടറെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഇതായിട്ട് വരാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഡോക്ടർ എത്തിയിരിക്കുകയാണ്. നമ്മളെ മിക്ക എല്ലാ വീഡിയോസിൻ്റെ താഴെ നമ്മുടെ ഡോക്ടറെ പറ്റി ചോദിക്കാറുണ്ട്. ഡോക്ടർ എവിടെയൊക്കെയാണ് കൺസൾട്ട് ചെയ്യണേ, ഡോക്ടർ എത്ര കിലോമീറ്റർ കൺസൾട്ട് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട് സാറേ. അപ്പോൾ എങ്ങനെ പറയണ്ടേ, എന്താ പറയണ്ടേ? അല്ല, ഞാൻ തൃശ്ശൂർ 10 കിലോമീറ്റർ തൃശ്ശൂർ സിറ്റി 10 കിലോമീറ്റർ ചുറ്റളവിൽ മൂപ്പര് വന്ന് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. മൂപ്പർക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് മറ്റേ ചാലക്കുടി ഭാഗത്തു നിന്നൊക്കെ കോള് വരുമെന്ന് പറയുന്നുണ്ട്. അത് പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പീസിന് ഇന്നിപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിറ്റ്സും അതുപോലെ വേറെ ഏതായിരുന്നു ചിവാവ, രണ്ടും കൂടെ ക്രോസ് ആയിട്ടുള്ള കുറച്ച് പിള്ളേർ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഇന്ന് ഫസ്റ്റ് വാക്സിൻ എടുക്കാൻ പോവുകയാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ വേറെ വീടുകളിലേക്ക് പോവുക. അല്ലേ, പോയില്ലെങ്കിൽ ശരിയാവില്ല. നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫുഡിങ് ടൈം ആട്ടോ. എല്ലാവരും നിൽക്കണുണ്ടോ? എല്ലാവരും ഇതിലിപ്പോൾ ഇവ ഇച്ചിരി വിഷയം കേട്ടോ. ഇവള് ഇച്ചിരി പ്രശ്നമാണ്. ഇവള് ഹൈപ്പറാണ്. കണ്ട ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് തെറിച്ച് പോയോണ്ടിരിക്കണം അവൾക്ക്. ഇവള് ശരിക്കും നമ്മുടെ ഈ സ്പിറ്റ്സിന്റെ പോലത്തെ സ്വഭാവം. സ്പിറ്റ്സ് പപ്പി സ്റ്റേജിൽ മേടിച്ചുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇതേപോലെ തെറിച്ചാണ് പോവുക. ഇത് നമ്മുടെ ഹസ്കി കുട്ടൻ. കുറെ പേര് ചോദിച്ചു ഇത് ഹസ്കി ആണോ എന്ന് നോക്കിയാ സാറേ. റെസ്ക്യൂ അല്ല, ഒരു അമ്മയും ചേച്ചിയും കൂടെ കൊണന്നുണ്ട് ഒറ്റപ്പാലം. അവരുടെ വീടിൻ്റെ അവിടുത്തെ ഏതൊരു 2 ഡോഗും കൂടെ, ഈ ഷിറ്റ്സും ചിവാവയും, ഷിറ്റ്സും അല്ല സ്പിറ്റ്സും ചിവാവയും കൂടെ ക്രോസ്സായി. അപ്പോൾ പപ്പീസിനെ അവിടെയുള്ള ആൾക്കാർ കൊല്ലാനായിട്ട് നിൽക്കണം. അപ്പം അത് കാരണം കൊണ്ട് ഇങ്ങോട്ട് എത്തിച്ച. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഹസ്കിയാന്ന് വിചാരിച്ചേ. കണ്ട, പക്ഷെ മുഖം നിന്റെ ഇതിങ്ങനെ അതുപോലെ ആവോ. പക്ഷെ ആള് പാവാട്ടോ, ആള് വലിയ ശല്യം. 2 മൈല് അല്ല
ഇപ്പോൾ ഇനി ഒരു മെയിൽ അങ്ങോട്ട് ഉണ്ടാവുള്ളൂ തോന്നുന്നു. ആ 2 മെയില് ബാക്കി 3 ഫീമെയിൽ. അങ്ങനെ ഫീമെയിലാണ് കൂടുതൽ. ഇവള് വിഷയം ഏത് നമ്മുടെ പിള്ളേർ ടോട്ടൽ ഇപ്പോൾ 54. ആ വീടിനുള്ളിൽ തടക്കം കയറ്റടക്കം 54 പിള്ളേർ. അതിൽ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പേരുടെ ഓപ്ഷൻ കൊടുക്കാണ്ട്. ഇതേ ഹസ്കീന് ഇവർക്കൊക്കെ അഡോപ്ഷൻ കൊടുക്കാനുള്ളതാണ്. നമ്മൾ പപ്പീസിൻ്റെ വാക്സിൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളെ പുതിയ ആളെ നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യണേ. ഡോക്ടർ പറഞ്ഞ ആളെ അവസ്ഥ ഫോണിൽ നമ്മൾ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ മൂപ്പര് പറഞ്ഞത് പ്രശ്നമാണ്. കാരണം ആൾക്ക് എന്താ പറയുക, നല്ല രീതിക്ക് ഏജുള്ള കാരണം കൊണ്ട് റിസ്ക് ആണെന്നാണ് പറഞ്ഞത്. ഇനി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മീൻസ് അവിടെ എത്തിയിട്ട് എന്താണ് അവസ്ഥ എന്നൊന്നും കൂടെ നോക്കിയിട്ട് പറയാം. ഇത് ഇവനെടുത്തു, ഇവൾക്ക് എടുത്തു. ഇങ്ങോട്ട് വാ ഇവള് വിഷയ സ്പിറ്റ്സിൻ്റെ ഒന്ന് കാണിക്കാനാന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അവിടെ ഇവിടെയും വൈറ്റ് കളറ്. അവിടെ അടിയാണ്. ജോണ അവിടെ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കണ കാരണം കൊണ്ട് ഫുഡ് എല്ലാവർക്കും പകർത്തിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഒരു ഇതില്ല. അതെ ഇതും വിഷയാട്ടോ. ഇത് ക്രോസ് അല്ല, ഇത് നാടൻ. ഇവൻ ഇന്ത്യനാ. ഇവന്റെ ഓട്ടം കണ്ടാ മനസ്സിലാവും അവൻ ഇന്ത്യനാ. എല്ലാവർക്കും മറ്റേ പനിയുടെ കൊടുക്കണം. അപ്പോൾ ഇന്ന് എത്ര? 10 ഡ്രോപ്സ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വാക്സിൻ എടുക്കണം, എല്ലാവർക്കും കൊടുക്കണം, അങ്ങനെയാണോ? വാക്സിൻ എടുക്കുമ്പോഴേ പനി കൂടി. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വാക്സിൻ എടുക്കണത് അപ്പോൾ ഫസ്റ്റ് വാക്സിൻ ഇപ്പോൾ ചെറിയ നല്ല ചെറിയ കുഞ്ഞുങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയുടെ മരുന്ന് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നല്ല തീരെ കുഞ്ഞായിട്ടുള്ള പപ്പീസ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ പപ്പീസാണ് നിങ്ങൾ വാക്സിൻ എടുക്കാൻ പോകണമെങ്കിൽ തീർച്ചയായിട്ടും. ഇപ്പോൾ എങ്ങനത്തെ പനിയുടെ ഇത് കൊടുക്കണ്ടേ? ഡോളോ മെലോനെക്സ് എന്ന് പറഞ്ഞൊരു ഡ്രോപ്സ് അല്ലേ? ഡ്രോപ്സ് ഉണ്ട്. അതെല്ലാവർക്കും എന്താ പറയുക 10 ഡ്രോപ്സ്. അത് വെയിറ്റ് അനുസരിച്ചിട്ടല്ലേ കൊടുക്കണ്ടേ? വെയിറ്റ് അനുസരിച്ചിട്ട് കൊടുക്കുക. കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവും. ഇതാണ് ഏതാ? അവർ ഡിവാമിപ്പിച്ചിട്ടാ കൊണ്ടുവന്നത്. അവരെ കയ്യിൽ ഒരു 10-30 ദിവസം ഉണ്ടായിരുന്നു. ഒരു മാസം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. പക്ഷേ ഇവരെനിക്ക് വലിപ്പം വയ്ക്കണില്ല. ഇവള് ശരിക്കും വിഷയാ. സാർ അത് പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാനുണ്ട്. നിങ്ങളും കാണണം ആളെ. 9 മാസമായി ഈ സൈസിലിരിക്കണം. ദേ ആ ഫ്രണ്ടിൽ കിടക്കണ ആള് എന്ന് വെച്ചാ അവസാനം വരുന്ന ലിറ്ററേ ആ അവർക്ക് വേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ അവർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റിലൊക്കെ വ്യത്യാസം വരും. ഓ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. 8 മാസം 9 മാസമായിട്ടുണ്ട്. അതെ ഈ ഇരിക്കണ ആൾക്ക് കണ്ട 9 മാസം. അത് നമുക്ക് ഇവിടെ ഉണ്ടായി തന്നെയാ. ഇവിടെ ഇങ്ങോട്ട് കൊണ്ടതാ. ഇതേ സിറ്റുവേഷനിൽ കൊണ്ടതാ. എന്താ സംഭവം നമുക്ക് അറിയില്ല കേട്ടാ. ഇത് നമുക്ക് ഇവിടെ നോക്കിയിട്ട് ഞങ്ങൾക്ക് സൈസ് ഇവിടെ വലിപ്പം വയ്ക്കണില്ല. നമ്മൾ വിചാരിച്ചു കുഴപ്പമില്ല കുറച്ച് നാൾ കഴിഞ്ഞാൽ വെച്ചോളൂ എന്നൊക്കെ വിചാരിച്ചു നമ്മളത് വിട്ടു. പക്ഷേ 30 അങ്ങോട്ട് വരുന്നില്ല സംഭവം. ഇനിയിപ്പോൾ ഈ 4 പേർക്ക് നമ്മൾ എടുത്തു കേട്ടോ. വേണ്ട ഈ 4 സിംഗിളുകൾക്ക് എടുത്തതേ. ഇനി 30 കൂടി ഉണ്ട്. മൂപ്പര് മെയിലാട്ടോ. അപ്പം ശരിക്കും നമ്മുടെ ജിമ്മിച്ചൻ്റെ ചായ ഉണ്ട്. ജിമ്മിയുടെ കറക്റ്റ് നമ്മുടെ ജിമ്മി പപ്പി സ്റ്റേജ് എങ്ങനെയാണോ ഇനി അവനെങ്ങാനാണോ അല്ലേ? പക്ഷെ ഇവര് വേഗം തന്നെ അഡോപ്ഷന് വിടണം. സെക്കൻഡ് ഡോസ് കഴിഞ്ഞിട്ടല്ലേ? ഓക്കെ. നമ്മൾ സെക്കൻഡ് ഡോസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ വേഗം തന്നെ അഡോപ്ഷന് കൊടുക്കും കേട്ടോ. അഡോപ്ഷന് പോകണം കേട്ടാ. അങ്ങനെ അതെ നമ്മളെ പപ്പീസിൻ്റെ കഴിഞ്ഞു. അത് നമുക്ക് ഒരാൾ എടുക്കാണ്ട്. പക്ഷെ അത് അങ്ങോട്ട് ഉള്ളില്ല. ലാസ്റ്റ് എടുത്താൽ മതിയോ?
തണുപ്പ് പോകണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കണോ? അപ്പോൾ അതും വെച്ചു നമുക്ക് മറ്റേ ഡോഗ് അവിടെയാണ്. അതെ, ആ കുഞ്ഞിനെ നമ്മൾ അവിടെ ആട്ടോ വെച്ചാണ്. ബാക്ക് സൈഡിൽ ആ കേജിൽ അറ്റത്താണ് വെച്ചേക്കണം. ഇത് പപ്പീസ് ഇതേ ഓരോരുത്തരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹസ്കി പപ്പി. അതെ, പപ്പീസിന്. ആ, നീ അങ്ങടല്ലേ ആ ഡോഗിൻ്റെ അടിക്കല്ലേ? പക്ഷെ നമ്മുടെ മിത്രയല്ലേ? ആ, പപ്പീസിനുള്ളിൽ കയറ്റിക്കോ. ഇവിടെ അവിടേക്കാ വെച്ചാണ്. നമ്മൾ ജിമ്മിൽ അവനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവനെ കെട്ടിയിടണം. ഇല്ലെങ്കിൽ അവൻ എല്ലായിടത്തുനിന്നും പോയിട്ട് ചിക്കൻ പീസ് കഴിക്കും. ഒരാൾക്കും പിന്നെ ചിക്കൻ പീസ് കിട്ടില്ല. ആ പ്രശ്നം. ഇതാണ് ആള്. തൊടാൻ കുഴപ്പമില്ല. സണ് ഗ്ലൗസ് ആണോ? ആ, ഒരു മിനിറ്റ്. അവനാണ് അതിൻ്റെ ആള്. ഇത് നമ്മുടെ ആ കുഞ്ഞിൻ്റെ മുറിവ് ഇതേ ഈ ഒരു ഇതിലേക്ക് ആട്ടോ വന്നതാണ്. ഇത് ശരിക്കും വണ്ടി ഇടിച്ചതാണോ? അങ്ങനെയാണോ? അതോ ഇഞ്ചക്ഷൻ? ഇപ്പോഴത്തെ സാറ് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. വേറെ പ്രശ്നം കുഞ്ഞ് ഏജ് ആയതിൻ്റെ കേട്ടോ. നല്ല രീതിക്ക് ഏജ് ഉണ്ട്. അപ്പോൾ ഇനി സർജറി ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി സർജറിയുടെ കാര്യങ്ങളായിട്ട് മൂവ് ഓൺ ചെയ്യാനാണ്. ഇതിപ്പോൾ ശരിക്കും എന്താണ് കുഞ്ഞിൻ്റെ അവസ്ഥ? ആക്സിഡന്റ് ആണ്. ആ, ഡിസ്ലൊക്കേഷൻ ഉണ്ട്. പിന്നെ വിട്ടു പോകുന്നുണ്ട്. ഈ ഏരിയ നമുക്ക് ഫ്യൂച്ചറിൽ നിർത്താൻ പറ്റും. ഓക്കെ. മൂവിങ് ഏരിയ മൂവ്മെന്റ് ഉള്ള ഏരിയ നമുക്ക് ഫ്യൂച്ചർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന്റെ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഏരിയ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഫ്യൂച്ചർ ചെയ്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു ഭാഗം ഈ ഒരു കൈ കട്ട് ചെയ്ത് കളയണമെന്നാണ് കേട്ടോ. എന്നത്തേക്കാ സാറേ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട്? പക്ഷെ ഇവൻ അത്യാവശ്യം ഏജ് അങ്ങനെ കുഴപ്പമുണ്ടാവില്ലല്ലോ? ഏജ് കണ്ടിട്ട് എങ്ങനെ തോന്നണം? പറ്റില്ല. ഓക്കെ. അപ്പൊ അത് കൈയോടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ ഓക്കെ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അവന്. ഇത് തന്നെയാണ് അത്യാവശ്യം ഏജ് ആയിട്ടുണ്ട്. പിന്നെ സ്കിന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇത് ഏകദേശം എത്ര ഏജ്? എയർ. ആ, ഓക്കെ. ഏതാ? ആ, ഫുഡ് തീരെ കഴിക്കില്ല. ഒട്ടും കഴിക്കില്ല. ഞാൻ ഇന്ന് രാവിലെ ഗ്രേവി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഈ കൈയുടെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ ലിക്ക് ചെയ്ത് നിൽക്കുക ചെയ്യും. ആ, ഓക്കെ ഓക്കെ. അപ്പോൾ 5 ദിവസം. ആ, അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലേക്ക്. ആ ആ, ഈ ഭാഗം ഇങ്ങനെ അഴുകി ഇതായി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ വിശേഷങ്ങൾ. പുതിയ കുഞ്ഞിൻ്റെ ഇപ്പോൾ നമ്മൾ സർജറിയുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് സർജറി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൈ മുറിച്ച് കളയണമെന്നാണ് പറഞ്ഞേക്കണേ. കട്ട് ചെയ്ത് കളയണം. ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം. എന്താണ് ഇവനെ നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചത് വേറെ ഒന്നല്ല കേട്ടോ. ഭക്ഷണം കൊടുക്കണ കാരണം കൊണ്ട് എല്ലാ ഇതിൽ നിന്നും പോയിട്ട് ആശാൻ ചിക്കൻ പീസ് എടുക്കും. അപ്പോൾ ആർക്കും ചിക്കൻ പീസ് കിട്ടില്ല. അതൊരു പ്രശ്നം. എന്നിട്ട് ബാക്കി എല്ലാവർക്കും ഇപ്പോൾ ഫുഡിങ് ടൈം എല്ലാവരും നോക്കിയേ കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഡോക്ടറെ കൊണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷം. നാളെ ഞങ്ങൾ പുതിയ കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കുഞ്ഞിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നാളെ കാണാം കേട്ടോ. അപ്പോൾ ശരി.